സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 80,000-ഓളം പേരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സ്പെഷ്യൽ പാസ് നിർത്തിയത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷമുള്ള ആദ്യ 2 ദിനവും 1,00,000-ന് മുകളിലായിരുന്നു ദർശനം നടത്തിയവരുടെ എണ്ണം. എന്നാൽ ഇന്നലെ 80,000-ഓളം പേരാണ് 18-ാം പടി കടന്ന് തൊഴുതു മടങ്ങിയത്. പ്രവൃത്തി ദിനമായതും തിരക്ക് കുറയാൻ കാരണമായി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉച്ചയ്ക്ക് ശേഷം മല കയറുന്ന തീർത്ഥാടകർ വിരിവെച്ച് സന്നിധാനത്ത് തുടരുന്നതിനാൽ രാത്രി സമയങ്ങളിൽ 5 മുതൽ 10 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമാവുന്നത്. എന്നാൽ പകൽ സമയങ്ങളിൽ സുഗമമായി ദർശനം സാധ്യമാവുകയും ചെയ്യുന്നു. തിരക്ക് നിയന്ത്രണം കൈവിടുന്ന സാഹചര്യത്തിലാണ് സ്പെഷ്യൽ പാസ് നിർത്തിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പോലീസ് നിരന്തരമായി ഞങ്ങളോട് പറയുന്നുണ്ട്, ഇത് നമുക്ക് പരിധി വിട്ട് പോവുകയാണ്, നിലവിലുള്ള ഒരു അന്തരീക്ഷത്തെ കൂടി തകർക്കുന്ന മട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ആ ഒരു പാസ് ഇപ്പോൾ നിർത്തിവെച്ചത്. അതൊരു പ്രവേശനമുണ്ട്, പക്ഷേ സ്പെഷ്യൽ പാസ് കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സമാധാനം നമുക്കൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം പോലീസുമായിട്ട് ആലോചിച്ച് അത് പിന്നീട് തീരുമാനമെടുക്കാം. 5,000 പേർക്ക് സ്പെഷ്യൽ പാസ് നൽകാൻ തീരുമാനിച്ചെങ്കിലും 20,000-ത്തിലധികം പേരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നും 80,000-ഓളം തീർത്ഥാടകരെയാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. 24 സന്നിധാനം.